അതാണ് അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന. നല്ലത് വേണത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ആ ലക്ഷ്യം മുൻനിർത്തിയിട്ട് സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിലോ തഹജ്ജുദിന്റെ 2 റക്അത്ത് നിസ്കാരത്തിലോ രണ്ടാമത്തെ റക്അത്തിലെ രണ്ടാമത്തെ സുജൂദിൽ 11 പ്രാവശ്യം തസ്ബീഹിന് ശേഷം അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ചൊല്ലിയാൽ ആ പ്രശ്നം പരിഹരിക്കും. ദാറ്റ് ഈസ് വെരി കറക്റ്റ്. 11 പ്രാവശ്യം. സുബഹയുടെ സുന്നത്ത് നിസ്കരിക്കുക. സുബഹിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത്. വല റക്അത്താനി ഖബലൽ ഫജ്രി ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫിഹാ ഖാല റസൂലുള്ളാഹി. സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് പറഞ്ഞാൽ ഈ ദുനിയാവിൽ ഏറ്റവും മുഴുവൻ ഒരാൾ വിട്ടാലും അതിനേക്കാൾ അപ്പുറമുള്ള പ്രതിഫലമുള്ള സുന്നത്താണ്. ആ സുന്നത്ത് നിസ്കാരത്തിൽ അതല്ലെങ്കിൽ തഹജ്ജുദ് ഉണ്ടാകുമല്ലോ, സുബഹി വാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കുക. വല്ലാത്തൊരു കൂലിയുള്ള സംഭവമാണ്. സ്വർഗത്തിൽ നിന്ന് ഭൂമി ലോകത്തേക്ക് കാറ്റടിക്കുന്ന സമയമാണ് സുബഹിയുടെ മുമ്പുള്ള ടൈം. ആ സമയത്തെ ഇബാദത്ത് വലിയ മൂല്യമുള്ളതാണ്. ചോദ്യചിഹ്നം പോലെ ചുരുണ്ട് കടന്നുറങ്ങല നമ്മളപ്പ നല്ല ടൈമാണ്. അപ്പൊ 2 റക്അത്ത് നിസ്കരിക്കുമ്പോ ആ 2 റക്അത്തിലെ രണ്ടാമത്തെ സുജൂദ്, രണ്ടാമത്തെ റക്അത്തിലെ രണ്ടാമത്തെ സുജൂദ് മീൻസ് ഒടുവിലെ സുജൂദ്. ആ നിസ്കാരത്തില് ഒടുവിലെ സുജൂദിലെ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന 3 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലിയതിന് ശേഷം അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഇത് ചൊല്ലിയാൽ അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം, ഒരു കച്ചവടം തുടങ്ങുകയാണെങ്കിൽ ഈ 2 റക്അത്ത് നിസ്കാരത്തിന് തവസ്സുലാക്കി ഇതുപോലെ ആക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ പവർഫുൾ. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് നല്ല റാഹത്തും നല്ല സന്തോഷം ഉണ്ടാവും. മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരമാവധി ജീവിതത്തിൽ പകർത്തുക. കൂടുതൽ